ടൈം എഞ്ചിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മുടെ വീടുകളിൽ തന്നെ കുറഞ്ഞ ചിലവിൽ എങ്ങനെ ഡ്രിപ്പ് ഇറിഗേഷൻ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ്. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 3-4 കന്നാസ് എടുത്തിട്ടുണ്ട്. ആ കന്നാസിൻ്റെ ഏറ്റവും താഴത്തായിട്ട് ചെറിയൊരു ദ്വാരമിടുക. കന്നാസിൻ്റെ ദ്വാരമിടുന്ന സമയത്ത് പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ദ്വാരം ഒട്ടും വലുതായി പോകരുത്. അത് ചെറിയ ദ്വാരമാണെങ്കിൽ മാത്രമേ നമുക്ക് ഡ്രിപ്പ് ഇറിഗേഷൻ സെറ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആ ദ്വാരമിട്ട സ്ഥലത്തേക്ക് നമുക്ക് തുണിയോ അല്ലെങ്കിൽ നമ്മുടെ വിളക്കൊക്കെ കത്തിക്കുന്ന തിരിയോ നമുക്ക് അതിലേക്ക് ഇട്ടുകൊടുക്കാം. അത് ചെറുതായിട്ട് നമ്മൾ നേരത്തെ ദ്വാരം ഇടാൻ ഉപയോഗിച്ച കമ്പി കൊണ്ട് തന്നെ അതിൻ്റെ ആ ദ്വാരത്തിൻ്റെ അകത്തേക്ക് ഒന്ന് തള്ളി വെച്ചാൽ മതി. ഒരു ശകലം അകത്തേക്ക് കൂടുതലായിട്ട് തള്ളി വെക്കണം. എന്ന് വെച്ചാൽ അത് ഊരിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇതിൻ്റെ അകത്ത് നമ്മൾ വെള്ളം നിറച്ച് കഴിയുമ്പോഴത്തേക്ക് ആ വെള്ളത്തിൻ്റെ ഒരു നനവ് കൊണ്ട് തിരി അങ്ങ് കുതിർന്ന് വീർത്ത് അവിടെ നല്ല ടൈറ്റായിട്ട് ഇരുന്നോളും. അപ്പോൾ നമ്മൾ ആ തിരി അതിലിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമുക്ക് ടാപ്പിൽ നിന്ന് ഇച്ചിരി വെള്ളം ഇതിലേക്ക് ഒഴിച്ച് നോക്കാം. നമ്മൾ ചെയ്ത കാര്യം സക്സസ് ആയോ ഇല്ലയോ എന്ന് അറിയണ്ടേ, അത് ട്രിപ്പ് കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ഇതാ നമ്മുടെ ആ തിരിയുടെ അവിടെ നനഞ്ഞ് ചെറുതായിട്ട് തുള്ളിയായിട്ട് വെള്ളം വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെയ്ത കാര്യം ഇപ്പോൾ സക്സസ് ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഈ കന്നാസുകൾ നമ്മുടെ ചെടികളുടെ മുകളിൽ എങ്ങനെ സെറ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ചാണ്. അതിനായിട്ട് ഇതാ ഇവിടെ മതിലിൻ്റെ മുകളിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. അതുകൊണ്ട് ചെറിയൊരു കമ്പി വളച്ച് ഒരു എസ് ആകൃതിയിൽ അത് ഉണ്ടാക്കിയിട്ടുണ്ട്. ഒരു ഹുക്ക് പോലെയാണ് അത് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ അറ്റത്തുനിന്ന് ഒരു ചരടും കൂടെ ഇട്ടിട്ടുണ്ട്. ആ ചരടിൽ നമുക്ക് നമ്മുടെ കന്നാസുകൾ കെട്ടി നല്ല ഉറപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചരട് ഇട്ടിരിക്കുന്നത്. നമുക്ക് ആവശ്യമുള്ള അളവിൽ അത് ഒന്ന് കെട്ടി ഇടണതിൻ്റെ കാര്യം മാത്രമേ ഉള്ളൂ. അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് ഇടണം. പ്ലാസ്റ്റിക് ചരടാണ്, അല്ലെങ്കിൽ അത് ഊരിപ്പോകും. ഇനി നമുക്കത് സ്റ്റഡി ആയിട്ട് നിൽക്കാനായിട്ട് ആ ചരട് ആ കന്നാസിൻ്റെ പിടിയുടെ സൈഡിലേക്കൊന്ന് അല്ലെങ്കിൽ നടുക്ക് ഭാഗത്തേക്കൊന്ന് നീക്കി വെച്ചാൽ മാത്രം നമ്മുടെ പരിപാടി ഏതാണ്ടൊക്കെ ശരിയായിട്ടുണ്ട്. ഇനിയും ചെയ്യാനുള്ളതെന്ന് പറയുന്നത് ഇതിലേക്ക് വെള്ളം നിറയ്ക്കുക എന്നുള്ളതാണ്. ആ കന്നാസിലേക്ക് നമുക്ക് ആവശ്യാനുസരണമുള്ള വെള്ളം അതിലേക്ക് നിറയ്ക്കുക. കന്നാസിൽ ഫുൾ വെള്ളം നിറയ്ക്കുകയാണെങ്കിൽ മണിക്കൂറുകളോളം ആ ട്രിപ്പ് അവിടെ വർക്ക് ചെയ്തോളും. ഈ ഒരു അവസരത്തിൽ ആൾക്കാരൊക്കെ ടൂർ പോകുന്നൊരു സമയമാണ്. വേനലവധിയൊക്കെ ആണല്ലോ. അപ്പം നമ്മുടെ ചെടികൾ വാടിപ്പോകുമോ എന്നുള്ളതിനെക്കുറിച്ചൊരു ടെൻഷൻ എല്ലാ ആൾക്കാർക്കും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ നമ്മൾ ചെറിയ രീതിയിൽ ഡ്രിപ്പ് ഇറിഗേഷൻ സെറ്റ് ചെയ്തിടുകയാണെങ്കിൽ നമുക്ക് 2-3 ദിവസം നമ്മൾ വീട്ടിൽ നിന്ന് വിട്ടു നിന്നാലും നമ്മുടെ ചെടികളൊന്നും വാടിപ്പോകത്തുമില്ല. ആ ടെൻഷനും നമുക്ക് ഉണ്ടാകത്തുമില്ല. ചെടികളൊക്കെ ചിലവർ അവരുടെ സ്വന്തം മക്കളെ പോലെ പരിപാലിക്കുന്നതാണ്. അത് വാടിപ്പോയി കഴിഞ്ഞാൽ നമ്മളൊരു ടൂറൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു വരുമ്പോഴത്തേക്ക് വെറുതെ സങ്കടപ്പെടേണ്ടി വരും. ഇങ്ങനൊരു കാര്യം ചെയ്യുകയാണെങ്കിൽ നമുക്കതിൽ വലിയ സങ്കടമൊന്നും ഉണ്ടാകണ്ട, ആ ടെൻഷനും ഉണ്ടാകണ്ട. ഇപ്പോൾ നമ്മൾ നിറച്ചിരിക്കുന്നത് ആവശ്യാനുസരണം എത്ര മണിക്കൂർ വേണം എന്നുള്ളതിനെക്കുറിച്ച് നോക്കി ചെയ്യാതെ മാത്രം മതി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക.